കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ദിശ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് NTPC പഠിക്കാൻ ഏതൊക്കെ ബുക്കുകളാണ് ഉപയോഗിക്കേണ്ടത്, ഒരു വീഡിയോ ചെയ്യാമോ? ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ NTPCക്ക് ഏതൊക്കെ ബുക്കുകൾ ഉപയോഗിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും, അത് പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമുക്ക് ബുക്ക് വെച്ച് പഠിക്കാൻ വളരെ ഇഷ്ടമാണ് അല്ലേ? ഒരു പുസ്തകം എടുത്തു വെച്ച് അതിൽ നല്ലപോലെ റിസർച്ച് ചെയ്ത് അതിൽ നിന്ന് നോട്ടൊക്കെ ഉണ്ടാക്കി നല്ല വൃത്തിയുള്ള ഒരു നോട്ടൊക്കെ വെച്ച് ആ നോട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ടിരുന്ന് പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് തരുന്നൊരു കോൺഫിഡൻസ് ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഏത് പരീക്ഷയ്ക്ക് പോകുമ്പോഴും ബുക്ക് ഏത് വേണം എന്ന്, അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് വേണം, അല്ലെങ്കിൽ ഏത് പുസ്തകം പഠിക്കണം എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ആദ്യം തന്നെ എത്തുന്നത്. പക്ഷേ ഈ ഒരു കാലഘട്ടം 2024 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുസ്തകം വെച്ച് പഠിക്കുന്നത് അത്രത്തോളം ഫീസിബിൾ അല്ല. നമ്മൾ ചെറിയ സമയം കൊണ്ട് ഒരുപാട് അറിവുകൾ പെട്ടെന്ന് കിട്ടാനുള്ള ഒരുപാട് സാഹചര്യം ഇന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ സമയം കൊണ്ട് കുറെ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണെങ്കിലും അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല പല റിസോഴ്സസിൽ നിന്നിട്ട് ഏറ്റവും നന്നായിട്ട് പഠിച്ചെടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ബുക്ക് വെച്ച് പഠിക്കുമ്പോൾ ഒരു പ്രശ്നം ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ആ പ്രശ്നം വേറൊന്നുമല്ല, നിങ്ങൾ ബുക്ക് വെച്ച് പഠിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സമയമെടുക്കും. സമയമെടുക്കുന്നത് മാത്രമല്ല വിഷയം, ഈ ബുക്കിലുള്ളതിനെക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ പുറത്തുണ്ട്. ചെറിയ സമയം കൊണ്ട് കുറച്ച് കുട്ടികൾ ഒരുപാട് കണ്ടന്റ് ബുക്കിൽ നല്ല പഠിക്കുന്നത് അവരല്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് റിസോഴ്സസിൽ നിന്ന് പഠിക്കും. അതിനുശേഷമുള്ള സമയം അവർ എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കും. ആ സമയത്ത് നിങ്ങൾ ബുക്കിൽ കുടുങ്ങി പോകാൻ പാടില്ല. അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പക്ഷേ നമുക്ക് ബുക്ക് വെച്ച് തന്നെയാണല്ലോ പഠിച്ച ശീലം. അതുകൊണ്ട് ഏതൊക്കെ ബുക്കുകൾ എടുക്കണം, നിങ്ങൾ ബുക്സ് വാങ്ങിക്കുന്ന സമയത്ത് ബുക്സിനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ന് പറയുന്നില്ല. ബുക്സ് നമ്മളെ പ്രിപ്പറേഷനിൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് NTPC പരീക്ഷയ്ക്ക് ബുക്ക് ആവശ്യമാണ്. അപ്പോൾ അത് ഏത് വേണം, എങ്ങനെ ഉപയോഗിക്കണം, നിങ്ങൾ എങ്ങനെയുള്ള ആളാണെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോളുക. ആ കാണുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് എവിടെയാണ് ബുക്കിന്റെ ആവശ്യം വരുന്നത്, ഏത് പുസ്തകമാണ് വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്നാൽ പിന്നെ പുസ്തകം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട. വെറുതെ എന്തിനാ അനാവശ്യമായിട്ട് നമ്മളെ പ്രിപ്പറേഷൻ്റെ ഇടയ്ക്ക് ഒരു ചിലവ് വരുത്തുന്നത്? അങ്ങനെ ചിലവ് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത് ഒഴിവാക്കുക, സമയം ലാഭിക്കാൻ പറ്റുമെങ്കിൽ സമയം ലാഭിക്കുക. ഇനി അത്തരത്തിൽ നിങ്ങൾക്ക് ബുക്ക് മതിയാവും, ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം എനിക്ക് ബുക്ക് ഉണ്ടെങ്കിലാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് ബുക്ക് വാങ്ങണമെന്ന് തീരുമാനിക്കുക. ആ ഒരു തീരുമാനം എടുക്കാനുള്ള വീഡിയോ ആണത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളും NTPC എക്സാം പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ ദിശ അക്കാദമിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ പിന്നിൽ കാണുന്നത് ബുക്സ് ഫോർ NTPC എക്സാം ആണ്. നോക്കാം നമുക്ക്. അപ്പോൾ ബുക്സ് വാങ്ങുന്ന സമയത്ത് അതിന്റെ റോൾ എന്താണ് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ പുസ്തകങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് NTPCനെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. NTPC അല്ല, മാത്സ്, റീസണിങ്, ഈ 2 സബ്ജക്റ്റുകളുള്ള ഒരു പരീക്ഷയിൽ ഒരു പുസ്തകത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പങ്ക് എന്ന് പറയുന്നത് പ്രാക്ടീസ് സെഷനിലാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു സംവിധാനമാണ് പുസ്തകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പുസ്തകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് കണ്ടന്റ് അതിൽ നിന്ന് കിട്ടും, ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് കിട്ടും, അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി വെറും ക്വസ്റ്റ്യൻസ് ആണോ അത്? അല്ല, അതിന്റെ കൂടെ തന്നെ അതിനിടയിൽ തന്നെ എന്തുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കാണുകയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്. അപ്പൊ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണോ, അത് കാണുമ്പോൾ എനിക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇല്ലെങ്കിൽ എനിക്ക് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അപ്പൊ എൻ്റെ പ്രിപ്പറേഷനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു പുസ്തകം സഹായിക്കും. ഇതേ കാര്യം ചെയ്യാൻ മറ്റ് റിസോഴ്സസ് ഉണ്ട് എന്നാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നിങ്ങളൊരു പുസ്തകത്തിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെകന്നെടുത്ത് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഈ 2 കാര്യങ്ങൾക്കും നിങ്ങളെ സഹായിക്കാൻ മറ്റാളുകളുണ്ട്, മറ്റ് റിസോഴ്സസ് ഉണ്ട്. ഏതാണെന്ന് ഞാൻ പറയാം. അതും നിങ്ങൾ എടുക്കണം. നിങ്ങൾക്ക് പുസ്തകം വേണമെന്ന് മസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുസ്തകവും വാങ്ങിക്കാം. അതിന്റെ കൂടെ എന്തും വേണമെന്നാണ് പറഞ്ഞത്. ഞാൻ പറയാൻ പോകുന്ന കുറച്ച് റിസോഴ്സസ് ഉണ്ട്, അതും കൂടെ നിങ്ങൾ സ്വീകരിച്ചിരിക്കണം. ഇനി ആരാണ് ബുക്ക് ഉപയോഗിക്കേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നാളെ NTPC പരീക്ഷ പഠിച്ചു തുടങ്ങാൻ പോകുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. എനിക്ക് NTPCനെ പറ്റി വലിയ ഐഡിയ ഇല്ല, സിലബസിനെ പറ്റി വലിയ ഐഡിയ ഇല്ല, സിലബസ് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല, പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ 4 പുസ്തകം വാങ്ങി വെച്ചിട്ട് പഠിക്കാം എന്ന് ഒരു കാരണവശാലും തീരുമാനിക്കാൻ പാടില്ല. അത് നിങ്ങളെ സമയം അതുപോലെ തന്നെ പണം രണ്ടും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. പണത്തിനെക്കാട്ടും പ്രധാനപ്പെട്ടത് സമയമാണ്. നിങ്ങൾ ഒരുപാട് സമയം അനാവശ്യമായി നഷ്ടപ്പെടും, അതുപോലെ തന്നെ ആത്മവിശ്വാസവും നഷ്ടപ്പെടും. ഓക്കെ, അത് ഞാൻ പറയാൻ കാരണമുണ്ട്. ആരൊക്കെയാണ് ഒരു ബുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ഫണ്ടമെന്റൽസ് കവർ ചെയ്ത ആൾക്കാരായിരിക്കണം. ആഫ്റ്റർ കവറിംഗ് ദ ഫണ്ടമെന്റൽസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പുസ്തകം വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് വായിച്ചു നോക്കി, മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടെങ്കിലാണെന്ന് മനസ്സിലാവാൻ പോകുന്നത്. ഒരു ബുക്ക് നിങ്ങളോട് പറഞ്ഞു തരില്ല, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫണ്ടമെന്റലായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടില്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തളരും. ചിലപ്പോൾ, എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, അത്യാവശ്യം നല്ല മെന്റൽ എബിലിറ്റി ഉള്ള ആളുകളുണ്ട്. ചില ആളുകൾക്ക് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്, പെട്ടെന്ന് വായിച്ചിട്ടങ്ങ് മനസ്സിലായില്ല, അല്ലെങ്കിൽ മാത്സിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ല, പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരാൾ കുറേ പ്രോബ്ലം ഉള്ള ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം പോകുമെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആത്മവിശ്വാസം അത് കെടുത്തും. ഈ ബുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എൻ്റെ പൈസയും പോയി, എൻ്റെ പ്രിപ്പറേഷനും കുളമായി എന്ന് തോന്നുന്നു എന്നേ നമ്മൾ ചിന്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ചാടി കയറി ബുക്ക് വാങ്ങിക്കാതിരിക്കുക. ആര്? ഫണ്ടമെന്റൽസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ. ഇനി വേറൊരു കാര്യമുള്ളത്, എപ്പോൾ ബുക്ക് വാങ്ങിക്കണം? ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷന്റെ രണ്ടാമത്തെ സ്റ്റേജിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പുസ്തകം വായിക്കേണ്ടത്. അതായത് ഫണ്ടമെന്റൽസ് ഒക്കെ തീർത്തു, ഞാനിപ്പോൾ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് പ്രാക്ടീസിലേക്ക് കടക്കണം, എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ആയിട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയണം. അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാം, ഒരു പുസ്തകത്തിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് വാങ്ങിച്ച് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഫണ്ടമെന്റൽസ് അറിയില്ലെങ്കിൽ പുസ്തകം വാങ്ങിക്കുക എന്നുള്ളൊരു ഐഡിയയിൽ നിന്നും നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കുക. അത് നിങ്ങൾക്ക് അത്ര പോസിറ്റീവായിട്ട് വരണം ന്ന് നിർബന്ധമില്ല. ഓക്കെ, ഇനി അടുത്തത്, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് വാങ്ങിക്കുന്നത്? ഡീപ്പർ കൺസെപ്റ്റ്സിന് വേണ്ടിയിട്ടാണ്. കൺസെപ്റ്റ് കുറച്ചും കൂടെ ഡീപ്പായിട്ട് കിട്ടാൻ വേണ്ടി. ഫണ്ടമെന്റൽസ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫണ്ടമെന്റൽസ് ഒന്ന് ഉറയ്ക്കണമല്ലോ, അതിന്റെ കൂടെ തന്നെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കാനും പുസ്തകങ്ങൾ സഹായിക്കും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ എന്തൊക്കെയാണ് പുസ്തകങ്ങൾ എന്തിനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കും. പിന്നെയോ ഫേസ് ദ PYQ ഫേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി തരും. പിന്നെ എന്തിനു സഹായിക്കും? ഡീപ്പർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ പുസ്തകം വാങ്ങിക്കണം എന്നില്ല, അതിന് മറ്റ് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തേതാണ് മോക്ക് ടെസ്റ്റ്. നിങ്ങൾ ഫണ്ടമെന്റൽസ് പഠിച്ചു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് എല്ലാ ദിവസവും ചെയ്യേണ്ടതായിട്ടുണ്ടാവും. പരീക്ഷ എടുക്കുന്തോറും നിങ്ങൾ ഒരുപാട് മോക്ക് ടെസ്റ്റ് ചെയ്യണം. അതിനകത്ത് നിങ്ങൾ കാണാൻ പോകുന്നത് പല വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ തപ്പിപ്പോകണ്ട, ക്വസ്റ്റ്യൻ നിങ്ങളെ തേടി വരും. ഒരു മോക്ക് ടെസ്റ്റിന് മുന്നിൽ നിങ്ങൾ പോയിരുന്നാൽ മതി, കണ്ടമാനം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാനും എങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും, സമയം നഷ്ടപ്പെടുത്താതെ ചെയ്യാൻ പറ്റും എന്നും ഹെൽപ്പ് ചെയ്യും. നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂറിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യണം. പക്ഷെ ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ 1 മണിക്കൂറിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും, നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് പുസ്തകം പരിഗണിക്കുന്നത് പോലെ തന്നെ മോക്ക് ടെസ്റ്റിനെ നിങ്ങൾ പരിഗണിക്കണം. ഇനി ഇതൊന്നുമല്ല പ്രധാനപ്പെട്ടത്, നിങ്ങളൊരു ബുക്ക് വാങ്ങുന്നതിന് മുന്നേ ഫണ്ടമെന്റൽസ് പഠിച്ചിട്ടുണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു, സംശയം ചോദിക്കാൻ ആളുകൾ ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഏറ്റവും നന്നായിട്ട് ഫണ്ടമെന്റൽസ് പഠിക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം തേടാൻ പറ്റുമെങ്കിൽ തേടുക. ഇനി അങ്ങനല്ല, ഒറ്റയ്ക്ക് പഠിക്കാൻ ധൈര്യം ഉള്ള ആളാണ്, ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിവുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ ദിശ അക്കാദമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരുപാട് ബേസിക് കൺസെപ്റ്റ്സിന്റെ വീഡിയോസ് യൂട്യൂബിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും വീഡിയോസ് എവിടെ ഉണ്ട്, നമ്മളെ യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ എടുത്ത് കണ്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അവിടെയും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് സപ്പോർട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ദിശ അക്കാദമി ഉണ്ട്. നിങ്ങൾ ദിശ അക്കാദമി എന്നുള്ള ഒരു പരസ്യം കാണണ്ട, നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒറ്റയ്ക്ക് പഠിക്കാൻ അങ്ങോട്ട് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കോഴ്സ് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുക. അത് ദിശ അക്കാദമി ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നുന്ന, നല്ല ക്വാളിറ്റി ക്ലാസ്സസ് തരുന്ന, കൃത്യമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് തരുന്ന ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ സ്വീകരിക്കുക. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഓഫ്ലൈൻ ആയിട്ട് അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ട് കോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കോഴ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ, ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ആ ഒരു സമയത്ത്, അവർക്ക് ജോലി ഇല്ലാത്ത ഒരു സമയത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആണ്, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. നമ്മൾ ആപ്പിലാണ് പോകുന്നത്. അപ്പോൾ ആ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് സ്വീകരിക്കുക. ഇനിയിപ്പോൾ ദിശ അക്കാദമിന്റെ ക്ലാസ് അല്ല, നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ് ക്വാളിറ്റി കൂടിയതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് സ്വീകരിക്കാം. ഏതാണ് ബെറ്റർ, നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുത്തോളുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫണ്ടമെന്റൽസ് ഉണ്ടാക്കണം. ഇനി അതല്ല, നിങ്ങൾക്കൊരു വലിയൊരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് വന്നിരുന്നിട്ട് ടീച്ചേഴ്സിനെയൊക്കെ നേരിട്ട് കണ്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ
ഓൺലൈൻ ക്ലാസ്സുകളിൽ പോയിരിക്കുക, ഏതെങ്കിലും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അവിടെയും ദിശ അക്കാദമി ഉണ്ട്. നമുക്ക് 4 സെന്ററുകളുണ്ട്. 4 സെന്ററുകൾ, ഒന്ന് കോഴിക്കോടാണ്, ഒന്ന് ട്രിവാൻഡ്രമാണ്, ഒന്ന് കൊല്ലമാണ്, ഒന്ന് കൊട്ടാരക്കരയാണ്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്ന ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും, നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫണ്ടമെന്റൽസ് നിങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. നിങ്ങളൊരു സെന്ററിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സിന് പഠിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും. ആ മെറ്റീരിയൽസ് ഈ ബുക്കിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ബൾക്ക് കണ്ടന്റ് കിട്ടും. അതിൽ നിന്ന് നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കിയിട്ടല്ലേ പഠിക്കുക. നമ്മളതല്ലേ നമ്മളെ ലക്ഷ്യം, ചെറിയ നോട്ട്, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. ആ ഷോർട്ട് നോട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലങ്ങളാണ് ഈ സെന്ററുകളൊക്കെ. ഇപ്പം നമ്മളെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു 100 ഡേ മെറ്റീരിയൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അതിൽ 100 ഡേ മെറ്റീരിയൽ കഴിയുമ്പോൾ ഓരോ ബാച്ചുകളും അവരുടെ ആഘോഷങ്ങളൊക്കെ നടത്താറുണ്ട്, സെറിമണീസ് ഒക്കെ നടത്താറുണ്ട്. അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. 100 ദിവസത്തെ അവരുടെ മെറ്റീരിയൽ കംപ്ലീറ്റ് ചെയ്തു, ഓരോ ദിവസവും ഓരോ മെറ്റീരിയൽ വെച്ച് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അങ്ങനെ തന്നെ പഠിക്കണം എന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒറ്റയ്ക്ക് പഠിക്കാം. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ സമയം കളയാതെ പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ ഡീമോട്ടിവേറ്റ് ആവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനൊക്കെ മനസ്സ് സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിൽ, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പഠിക്കാനുള്ള ഒരു ആർജ്ജമുണ്ട്, കഴിവുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കുക. ദിശയുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മാത്രം മതി. അതിനകത്തുള്ള ഒരുപാട് കണ്ടന്റുകളുണ്ട്. ഇനി ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ബേസിക് കൺസെപ്റ്റ് ഓക്കെ ആയി, നിങ്ങളൊരു 60% സിലബസ് കവർ ചെയ്തു. ആ കവർ ചെയ്ത സിലബസ് തന്നെ നല്ല സ്ട്രോങ് ആണ്. അങ്ങനെ നിങ്ങളെ പഠിത്തത്തിന്റെ ഒരു 60% എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുസ്തകങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ പുസ്തക പ്രേമിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുസ്തകങ്ങൾ എടുക്കാം. അതിൽ ഏതൊക്കെ വാങ്ങിക്കണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി മുതൽ പുസ്തകങ്ങളെ പറ്റി പറയാം, ഏതൊക്കെ ബുക്കുകൾ വാങ്ങിക്കണം എന്നുള്ളത്. അത് സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങൾക്ക് എടുക്കാൻ, ഇതിപ്പോൾ ഇതെടുത്ത ഉപകാരപ്പെടും എന്ന് പറയുന്ന കുറച്ച് പുസ്തകങ്ങളുണ്ട്. അതൊരു അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ കുട്ടികളൊക്കെ പറഞ്ഞ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. പിന്നെ ചില ബുക്കുകൾ എടുക്കണ്ട എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അത്ര യൂസ്ഫുൾ ആവാത്തത് കൊണ്ടായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങളുടെ ഐഡിയ എന്താണ്? നിങ്ങൾക്കൊരു ബുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു, ഞാനിവിടെ ഒരുപാട് ബുക്ക് പറയും, ലിസ്റ്റാണ് പറയാൻ പോകുന്നത്, 3-4 ഒക്കെ പറയും. അപ്പം നിങ്ങളെല്ലാം ഒന്ന് എടുത്തു നോക്കുക, ഒരു ഷോപ്പിൽ പോയിട്ട് എല്ലാം എടുത്തു നോക്കുക. അതിൽ നിങ്ങൾക്ക് കണ്ടിട്ട് അപ്പീലിംഗ് ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നുണ്ട് എന്ന് കാണുന്ന ഒരു ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കുക. എല്ലാത്തിലും ഉണ്ടാവുന്നത് തന്നെയാണ് റെയിൽവേന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ വലിയ കാര്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നല്ല ഒരു ബുക്ക്, ഒരുപാട് ആളുകൾ റിവ്യൂ പറയുന്ന നല്ലൊരു ബുക്ക് വാങ്ങിച്ചാൽ മാത്രം മതി. ഓക്കെ, അതിൽ ഏതൊക്കെ വേണമെന്നുള്ളത് പറയാം. അതിൽ ഏറ്റവും ആദ്യം ഞാൻ പറയാം, 1 മാത്സ് ആണ്. കാരണം നിങ്ങൾ പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്യാൻ പുസ്തകം വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്തിനാണ് വേണ്ടത്, മാത്സിനാണ് വേണ്ടത്. അപ്പോൾ മാത്സിന് 3 പുസ്തകങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒന്ന് റെയിൽവേ മാത്സ്, പിന്നാക്കിൾ എന്ന് പറയുന്ന ഒരു ബുക്കാണ്. അപ്പോൾ അതിൽ റെയിൽവേന്റെ മാത്സ് കൺസെപ്റ്റ് കൃത്യമായിട്ട് പറയുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പറയുന്ന ഒരു ബുക്കാണുള്ളത്. ഓക്കെ, ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ച് കാലത്തെ റെയിൽവേന്റെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതൊരു പുതിയ പബ്ലിഷറാണ്. പുതിയ പബ്ലിഷറിന്റെ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് ആണ്. SSCന്റെ കുട്ടികളും ഫോളോ ചെയ്യുന്നത് പിന്നാക്കിളിന്റെ SSC എന്ന് പറയുന്ന ബുക്കാണ്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഒരുപാട് കുട്ടികൾ ഫോളോ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് കിരൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ്. ഇതിൽ സോൾഡ് പേപ്പർ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിലെ സൊല്യൂഷൻസ് അത്ര ക്ലിയർ അല്ല. എന്നാൽ പോലും ബൾക്കായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഇത് എടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും നല്ല പുസ്തകങ്ങൾ തന്നെയാണ്. പിന്നെ സ്ഥിരമായിട്ട് റെയിൽവേക്ക് പഠിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ബുക്കാണ് YCT എന്ന് പറയും. അപ്പോൾ YCTന്റെ പുസ്തകങ്ങൾ ഒരു ട്രസ്റ്റ് ഉള്ള പുസ്തകമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. എല്ലാ കാലത്തും ആളുകൾ പഠിക്കുന്നത് YCT വെച്ചാണ്. ഇപ്പോഴാണ് ഈ റെയിൽവേ എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് പിന്നാക്കളൊക്കെ കടന്നു വന്നത്. YCT ആണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന, അവരവരുടെ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്ത് പോകുന്ന ബുക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും സ്വീകരിക്കുക. 3 നല്ലതാണെന്ന് ഞാൻ പറയും. കുറച്ചും കൂടെ നിങ്ങൾക്ക് ടു ദ പോയിന്റ് എനിക്ക് തോന്നുന്നു പിന്നാക്കളായിരിക്കും ഉണ്ടാവുക. ഒരുപാട് കണ്ടന്റ് ഒന്നുമില്ല, പക്ഷെ ഈ തൊട്ടടുത്ത് നടന്ന പ്രീവിയസ് ഇയർ ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. YCTയും വളരെ മോശമാണെന്ന് പറയാൻ പറ്റില്ല, വളരെ നല്ലത് തന്നെയാണ്. പിന്നാക്കളും YCTയും പ്രോമിസിങ് ആണ്. ഇതിൽ കിരൺസ് ആണ് കുറച്ചും കൂടെ ബൾക്കിയർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം ഉണ്ടാവുക. പക്ഷേ സൊല്യൂഷൻ അവിടെ അത്ര നല്ലതായിരിക്കില്ല. അതുകൊണ്ട് കിരൺസ് ഞാൻ അങ്ങനെ നല്ലപോലെ പ്രോത്സാഹിപ്പിക്കില്ല. അതിപ്പോൾ SSCന്റെ കേസിലാണെങ്കിൽ പോലും കിരൺസ് അധികം ആരും എടുക്കാറില്ല. കൂടുതലും ആളുകൾ പിന്നാക്കളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ YCT അല്ലെങ്കിൽ പിന്നാക്കൾ രണ്ടും ഒരേ
ഒരേപോലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നേരിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം. രണ്ടും നല്ലതാണെന്നുള്ളൊരു കൺസെപ്റ്റ് സജഷനാണുള്ളത്. അപ്പോൾ മാത്സിന് വേണ്ടിയിട്ട്, മാത്സ് പഠിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് എന്തിനാണെന്ന് മറന്നു പോകരുത്, പ്രാക്ടീസ് ചെയ്യാൻ. മാത്സ് പഠിച്ചതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ. മാത്സ് പഠിക്കുന്നതിന് മുന്നേ വാങ്ങി വെച്ചിട്ട് ഇത് തുറന്ന് നോക്കരുത്. നമ്മളെ കിളിയൊക്കെ ചിലപ്പോൾ പാറും. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഒരു പുസ്തകങ്ങളിലേക്ക് കടക്കുക. അപ്പോൾ മറന്നു പോകാണ്ടിരിക്കുക. പിനാക്കിളും അതുപോലെ തന്നെ YCTയും അവസാനം കിരൺസും. ഓക്കെ, അപ്പോൾ മാത്സിനെ പറ്റി അതാണ് പറയാനുള്ളത്. ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. അടുത്ത സബ്ജക്റ്റ് ഏതാ? റീസണിങ്. റീസണിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ കിരൺസ് എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പിനാക്കിളും YCT തന്നെയാണ്. പിനാക്കിളിന്റെ റെയിൽവേ റീസണിങ് ഉണ്ട്. ഇത് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ 2024 എഡിഷനിലുള്ള ബുക്കാണ്. ഇത് എനിക്ക് തോന്നുന്നു ഫ്ലിപ്കാർട്ടിലൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം. ഓഫ്ലൈനായിട്ട് എവിടെ കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. രണ്ടും ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ YCTന്റെ ബുക്കാണ്. ഈ YCT ഞാൻ എപ്പോഴും പറയാൻ കാരണം, ആരോട് ചോദിച്ചാലും ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ പറയുന്നത് YCTന്റെ പുസ്തകങ്ങളായിരിക്കും. കാരണം കാലങ്ങളായിട്ട് റെയിൽവേ എന്ന് പറയുന്ന ഒരു എക്സാം ഫീൽഡിൽ അവർ നല്ലപോലെ ബുക്കുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. പിന്നെ ഞാനിപ്പോൾ പറഞ്ഞ പിന്നാക്കിളും സിമിലർ ആണ്. രണ്ടുപേരും സിമിലർ ആണ്. രണ്ട് റീസണിങ്ങും നല്ലതാണ്. രണ്ടും 2024 വേണ്ടി 2023 വരെയുള്ള പല പല മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ പറയാം 2023 റെയിൽവേ എക്സാം നടന്നിട്ടില്ലല്ലോ. എന്നാൽ പോലും കഴിഞ്ഞ എല്ലാ റെയിൽവേ എക്സാം 2019-20 നടന്ന റെയിൽവേ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയും അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുക. രണ്ടും നല്ലത് തന്നെയാണ്. മാത്സ് എടുക്കുമ്പോഴും റീസണിങ് എടുക്കുമ്പോഴും ഇത് രണ്ടും നല്ലതാണെന്ന് തന്നെ പറയാൻ പറ്റും. ഇനിയാണ് പ്രശ്നം. ഇത് രണ്ടും റീസണിങ്ങും മാത്സും നിങ്ങൾക്ക് പുസ്തകം ആവശ്യമുള്ള ഒരു ഏരിയ തന്നെയാണ്. നിങ്ങൾ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ മോക്കാണ് ഏറ്റവും നല്ലത്. ഇനി മോക്ക് എടുക്കണം, അതിൻ്റെ കൂടെ തന്നെ പുസ്തകങ്ങളും വേണം എന്നുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ രണ്ട് പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇനി അതല്ല നല്ല സജഷൻ വേറെ നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും കമന്റ് ബോക്സിൽ, ഈ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നിങ്ങളെ കമന്റ് ബോക്സും കൂടെ ഒന്ന് നോക്കിയേക്ക്. ചിലപ്പം പഠിച്ച ആളുകളൊക്കെ ഉണ്ടാവും, നല്ല പുസ്തകങ്ങൾ, നമ്മളൊന്നും അറിയാത്ത പുസ്തകങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ ഉണ്ടാവും, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കമന്റ് ബോക്സിൽ വരെ പോയി നോക്കുക. ആരെങ്കിലും നല്ല സജഷൻസ് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലും പറ്റിയിട്ട് നെഗറ്റീവ് ആരെങ്കിലും പറയുന്നുണ്ടോ, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ റീസണിങ്ങിനും മാത്സിനും നമുക്ക് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് പുസ്തകം ആവശ്യം വരുന്നത്. ഇനി അടുത്ത സെറ്റ് ആരാണ്? അടുത്ത സെറ്റ് ഞാൻ പറയാം. അടുത്ത സെറ്റാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്. ജനറൽ നോളജും അതുപോലെ തന്നെ ജനറൽ സയൻസും ആണ്. അപ്പൊ ജനറൽ നോളജിനും ജനറൽ സയൻസിനും അവിടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടല്ല, അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണണം. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഡീപ്പറായിട്ട് പഠിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ജനറൽ സയൻസിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ തപ്പിപ്പോവാറുള്ളത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുടക്കം മുതലേ വലിയൊരു പുസ്തകം എടുത്തു വെച്ച് പഠിക്കരുത് എന്ന് ഞാൻ പറയും. ഓക്കെ, ഞാൻ സജഷനായിട്ട് പറഞ്ഞുതരാം. ഞാൻ 2 പുസ്തകങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. 2 പുസ്തകങ്ങളല്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ട് ജനറൽ സയൻസിന് വേണ്ടിയിട്ടും ജനറൽ നോളജിന് വേണ്ടിയിട്ടും. അപ്പോൾ GK GS ഞാൻ ഒരൊറ്റ സെറ്റിലാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ലുസന്റിന്റെ GK കണ്ടിട്ടുണ്ടാവും അല്ലേ? ലുസന്റിന്റെ GK നിങ്ങൾ അത്യാവശ്യം ആളുകൾക്ക്, SSC എഴുതുന്ന ആൾക്കാർക്കാണെങ്കിലും റെയിൽവേ എഴുതുന്ന ആൾക്കാർക്കാണെങ്കിലും പരിചയമുള്ളതായിരിക്കും. ഒരു ഡീസന്റ് ബുക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിലതൊന്നും നമുക്കങ്ങനെ ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. എന്നാൽ പോലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ പൊളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം കൂടെ ഒരു ചെറിയ ബുക്കിനകത്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം അതിലുണ്ട്, എല്ലാത്തിൻ്റെയും ബേസിക്സ് ഉണ്ട്, ചില സ്ഥലത്ത് ഡീറ്റെയിലിംഗും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ലുസന്റ് വാങ്ങിച്ച് പഠിച്ചു തുടങ്ങാം. പക്ഷേ ലുസന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ഈ GK പഠിക്കുന്ന ഒരു ആവേശം കിട്ടണമെന്ന് നിർബന്ധമല്ല. അത് കുറച്ചും കൂടെ തരുന്ന ആള് എനിക്ക് തോന്നുന്നത് അരിഹന്ത് ആയിരിക്കും എന്നാണ്. അരിഹന്തിന്റെ ജനറൽ നോളജ് 2024 മുമ്പുള്ള ബുക്ക്, 2024 ബുക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അതിന് തൊട്ട് മുമ്പുള്ള ബുക്ക് വളരെ നല്ലതായിരുന്നു. അരിഹന്തിന്റെ ബുക്സ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ബട്ട് ഇതിനേക്കാളും ബെറ്റർ, എനിക്ക് ഇമേജ് വെച്ചില്ല ഞാൻ, ഇതിനേക്കാളും ബെറ്റർ ബ്ലാക്ക് ബുക്ക് ആയിരിക്കും. ബ്ലാക്ക് ബുക്ക് റെയിൽവേക്ക് വേണ്ടിയിട്ട് ബ്ലാക്ക് ബുക്ക് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഓടിപ്പോയി വാങ്ങിച്ചോളാം. ബ്ലാക്ക് ബുക്ക് ഫോർ GK എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അത് കുറച്ചും കൂടെ ബൾക്കായിട്ടുള്ള കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് GKക്ക് എന്ത് വേണം, ബൾക്കായിട്ട് കാര്യങ്ങൾ കവർ ചെയ്യുന്ന ആൾ വേണം. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒന്നെങ്കിൽ അരിഹന്ത് അല്ലെങ്കിൽ ബ്ലാക്ക് ബുക്ക്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ബുക്ക് SSCന്റെ ആളുകളും കൂടെ പഠിക്കുന്നതാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ SSC ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ബ്ലാക്ക് ബുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആള് തന്നെയാണ്. ഇനിയുള്ളതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ ബുക്കുകളൊക്കെ വെച്ച് പഠിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് നേരിട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഒരു ടീച്ചർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് അത് റിവൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. അതിനുശേഷം നിങ്ങളൊരു ബുക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യും. ഒരു ടീച്ചർ ഒരു കഥ പോലെ നിങ്ങൾക്കൊരു ടോപ്പിക്ക് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു, അത് നിങ്ങൾ ഇരുന്ന് കേട്ടു. ആ കേട്ട കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു പുസ്തകം എടുത്തു വെച്ച് വായിക്കുമ്പോൾ കണക്റ്റ് ആവും. ഓ,
അന്ന് ആ ടീച്ചർ പറഞ്ഞത് ഇതാണ്, അപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ കണക്ട് ആകുമ്പോഴേ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ദിശ അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ എന്തുണ്ട്, വൺ ഡേ വിത്ത് ദിശ, എ ഡേ വിത്ത് ദിശ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. വെറുതെ അതുവഴി ഒന്ന് പോയി നോക്കുക. അതിനകത്തൊരു 24 വീഡിയോസ് കിടക്കുന്നുണ്ട്. 24 വീഡിയോസ് നമ്മളെ മുഴുവൻ GKൻ്റെയും ബേസിക്സ് എത്ര പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കവർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസാണ്. എല്ലാം ഓരോ മണിക്കൂറുള്ള വീഡിയോസാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ എ ഡേ വിത്ത് ദിശ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ്, ഇതേ പ്ലേലിസ്റ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലേലിസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഈ പ്ലേലിസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ഐഡിയ കിട്ടും. പ്ലേലിസ്റ്റ് വെറും 24 വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏതാണ്ട് GKൻ്റെ ഒക്കെ ഒരു ബേസ് കവറായി പോകും. എന്നിട്ട് നിങ്ങളൊരു ബുക്ക് വാങ്ങി അത് പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കുറച്ച് വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ GK കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് പഠിക്കാം. ചിലപ്പോൾ നിങ്ങൾ ബുക്ക് വാങ്ങാനുള്ള പ്ലാൻ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. അത് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഡ്രോപ്പ് ചെയ്യുക, അതിനായിരിക്കും നല്ലത്. ഇനി അങ്ങനെയല്ല, എനിക്ക് ബുക്ക് തന്നെ വേണം സാർ, അല്ലാതെ പറ്റില്ല എന്നാണെങ്കിൽ ഈ വീഡിയോ കാണുക, എന്നിട്ട് ബേസിക് ഐഡിയ ഉണ്ടാക്കുക. അതിനുശേഷം വീഡിയോസ് ഒരു ബുക്ക് വാങ്ങിക്കുക. ബുക്ക് വാങ്ങിക്കുമ്പോൾ അരിഹന്തോ അല്ലെങ്കിൽ ബ്ലാക്ക് ബുക്കോ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് വാങ്ങിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം വിലയുള്ള പുസ്തകങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. റെയിൽവേക്കൊക്കെ ഉള്ള പുസ്തകങ്ങൾ എല്ലാം അത്യാവശ്യം വിലയുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും കൂടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് കൂട്ടി വെച്ച് നിങ്ങൾ ഉപയോഗിക്കാത്ത രീതിയിലേക്ക് പോകരുത്. ആരംഭശൂരത്വം പല ആളുകൾക്കും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ അനാവശ്യമായിട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ച് പണം ചെലവാക്കാണ്ടിരിക്കുക. വൈസായിട്ട് തന്നെ ചിന്തിച്ച് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കി ബുക്ക് വേണോ വേണ്ടയോ, ഏതൊക്കെ വേണം, GKക്ക് വേണോ, മാത്സിന് മാത്രം മതിയോ. ചില ആളുകൾക്ക് മാത്സിന് മാത്രം മതിയായിരിക്കും ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ. വീട്ടിലിരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അവിടെ പോയി സെൻറ്ററിൽ പോയി പഠിച്ചത് മാത്രം പോരാ, വീട്ടിലിരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യണം. അതിന് എനിക്ക് സ്വന്തമായിട്ടൊരു ബുക്ക് വേണം. അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്സിന് മാത്രമായിട്ട് ബുക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ റീസണിങ്ങിന് മാത്രമായിട്ട് ബുക്ക് വേണം. അങ്ങനെയുള്ള ആളുകൾ അത് മാത്രം വാങ്ങിക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, SSCൻ്റെ റീസണിങ്ങിൻ്റെ ബുക്ക് നിങ്ങൾ റെയിൽവേക്കും കൂടെ അങ്ങനെ പക്കായിട്ട് ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം റെയിൽവേയിൽ കുറച്ചും കൂടെ പസിൽസ് ഒക്കെ വരുന്നുണ്ട്. റെയിൽവേ റീസണിങ്ങിൽ പസിൽസ് കുറച്ചും കൂടെ ഉൾപ്പെടുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ റീസണിങ് ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, റെയിൽവേൻ്റെ റീസണിങ്ങിൽ പസിൽസും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചോളാം. അത് ഏത് ബുക്കാണോ ആ ബുക്ക് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ബുക്സൊക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ബുക്സാണ്. അതിൽ കുറച്ച് മോശമായിട്ടുള്ള ആളുകളൊക്കെ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവരും തീരെ മോശമൊന്നുമല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തന്നെയാണ്. ഒരുപാട് കുട്ടികൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് പേരെങ്കിലും പറയുമായിരിക്കും ഏതെങ്കിലും ബുക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ പറയുമായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ റിവ്യൂ ആണ്. അവർ പറഞ്ഞ കാര്യമാണത്. അവർക്കത് ഉപയോഗിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടായി. ചിലപ്പോൾ അവർക്ക് ഫണ്ടമെന്റൽസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളും ഫണ്ടമെന്റൽസ് ഇല്ലാത്തത് കൊണ്ട് ബുക്ക് വാങ്ങി പെട്ടുപോകരുത്. ആദ്യം ഫണ്ടമെന്റൽസ് ഉണ്ടാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾ ദിശ അക്കാദമിയിലേക്ക് തന്നെ വരിക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു ബുക്ക് വാങ്ങിച്ച് പഠിക്കുക. ദിശ അക്കാദമിയിലേക്ക് വരികയാണെങ്കിൽ ബുക്ക് വാങ്ങിച്ച് പഠിക്കേണ്ട, ഇവിടെ ലൈബ്രറി ഉണ്ട്. ലൈബ്രറിയിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ പുസ്തകങ്ങളൊക്കെ വെച്ച് പഠിക്കാം. അപ്പോൾ എന്തായാലും ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എവിടെ ആയിരുന്നാലും നന്നായിട്ട് പഠിക്കുക. ഏത് പുസ്തകം വാങ്ങിച്ചു കഴിഞ്ഞിട്ടെങ്കിലും നന്നായിട്ട് പഠിക്കുക. വരുന്ന NTPC എക്സാമിന് നമ്മളെ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഇനിഷ്യേറ്റീവാണ് ഞങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളും കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.